അയത്തുള്ള അലി ഖമേനിയുടെ ചോരയ്ക്ക് പകരം ചോദിക്കുമെന്നാണ് ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവായ മൊജ്തബ ഖമേനിയുടെ പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രതികാരം ചെയ്യണമെന്നാണ് രാജ്യത്തിൻ്റെ പൊതുവികാരം എന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്റ്റേറ്റ് TV ആണ് ഈ സന്ദേശം പുറത്തുവിട്ടത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിനായി പ്രതിജ്ഞ ചെയ്യുന്നു. കാരണം കൃത്യമായി തന്നെ ഈ കൊലപാതകികളെ സംബന്ധിച്ച്, മൊജ്തബയെ കൊന്നവരെ സംബന്ധിച്ചുള്ള വിവരം തങ്ങളുടെ പക്കലുണ്ട്. അവരുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് എന്നും മൊജ്തബ പറയുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും നമുക്കറിയാം, ഇറാനിൽ വലിയ പ്രതിഷേധം ഈ സംസ്കാര ചടങ്ങ് സമയത്തുമൊക്കെ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ഇസ്രായേൽ അമേരിക്കൻ നേതാക്കൾക്കെതിരെ. VR കാർത്തിക് വിവരങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, ഇതിപ്പോൾ മൊജ്തബ പലപ്പോഴും ഈ സംസ്കാര ചടങ്ങിലും പ്രത്യക്ഷപ്പെട്ട ഒരാളല്ല. മൊജ്തബയുടെ സന്ദേശമാണ് പലപ്പോഴും പൊതുജന മധ്യത്തിൽ പ്രത്യക്ഷപ്പെടുക. ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങിന് ശേഷം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു വെക്കുമ്പോൾ അമേരിക്കയെ, ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും രഞ്ജിത്ത്, ഫെബ്രുവരി 28-ന് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിന് ശേഷം ഇതുവരെയും പൊതുവേദിയിൽ മൊജ്തബയെ ആരും കണ്ടിട്ടില്ല. മൊജ്തബയ്ക്ക് പരിക്കുകൾ ഉണ്ടായെന്നും ഗുരുതരമാണ് ആ പരിക്കുകൾ എന്നും സംബന്ധിച്ച റിപ്പോർട്ടുകൾ പലപ്പോഴും പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ആയത്തുള്ള അലി ഖമനേയുടെ സംസ്കാര ചടങ്ങുകൾ അവസാനിച്ചത്. ജൂലൈ 9-ന് ഈ സംസ്കാര ചടങ്ങുകൾ അവസാനിച്ചതിന് പിന്നാലെയാണ് മൊജ്തബയുടെ സന്ദേശം പുറത്തുവിട്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇറാൻ സ്റ്റേറ്റ് TV ആണ് മൊജ്തബയുടെ സന്ദേശം പുറത്തുവിട്ടിരിക്കുന്നത്. ഈ സന്ദേശത്തിൽ മൊജ്തബ വ്യക്തമാക്കുന്നത് ഈ യുദ്ധത്തിൽ രക്തസാക്ഷികൾക്ക് വേണ്ടി പ്രതികാരം ചെയ്യും എന്നതാണ്. ആയത്തുള്ള അലി ഖമനേയിയുടെ ചോരയ്ക്ക് പകരം ചോദിക്കും എന്ന് മൊജ്തബ ഈ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു. ഫാർസി ഭാഷയിലാണ് ഇറാൻ സ്റ്റേറ്റ് TV ഈ സന്ദേശം പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ മൊജ്തബ ഖമനേയി വ്യക്തമാക്കുന്നത് ഓരോരുത്തരെയും, അതായത് ഫ്രം ടോപ്പ് ടു ബോട്ടം എന്നാണ് വാക്ക് ഉപയോഗിച്ചത്. അതായത് താഴെ തട്ട് മുതൽ ഏറ്റവും ഉന്നത തലം വരെയുള്ള ശത്രുക്കളെ ഞങ്ങൾക്കറിയാം. അവരുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ആ പട്ടിക അനുസരിച്ച് ഉള്ള പ്രതികാരം ഇക്കാര്യത്തിൽ ഉണ്ടാകും. അത് താൻ ഉണ്ടോ ഇല്ലയോ എന്ന പ്രശ്നമല്ല, മറ്റാരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നതൊന്നും അതിനെ ബാധിക്കുന്നതല്ല. പ്രതികാരം ചെയ്യണം എന്നതാണ് രാജ്യത്തിൻ്റെ പൊതുവികാരം. അത് നടപ്പാക്കുക തന്നെ ചെയ്യും. ആര് ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ പ്രതികാരം എന്ത് വില കൊടുത്തും നടപ്പാക്കും എന്ന് പ്രതിജ്ഞ കൂടി മൊജ്തബ ചെയ്യുന്നു എന്നതാണ് ഈ സന്ദേശത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊന്ന്, ധാരണാപത്രം ഒപ്പിട്ട് 3 ആഴ്ചകൾക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസം സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോഴും ആശങ്കാജനകമായ സാഹചര്യങ്ങൾ ഇടയ്ക്കിടയ്ക്കെങ്കിലും ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. ഏറ്റവും ഒടുവിൽ അമേരിക്കയുടെ പ്രതികരണമായി വന്നത് ഹോർമുസ് കടലിടുക്ക് തുറന്നു എന്ന് ഇറാൻ പരസ്യമായി പ്രഖ്യാപിക്കണം, അങ്ങനെയെങ്കിൽ മാത്രമേ ഇനിയുള്ള ചർച്ചകൾക്ക് പ്രസക്തിയുള്ളൂ എന്ന തരത്തിൽ അമേരിക്കയുടെ പ്രതികരണം വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മൊജ്തബ ഖമനേയിയുടെ സന്ദേശം ഇറാൻ സ്റ്റേറ്റ് TV പുറത്തുവിട്ടത് എന്ന പ്രത്യേകതയുമുണ്ട്. എന്തായാലും ആയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളിൽ 3 മക്കൾ പങ്കെടുത്തിരുന്നു. പക്ഷേ മകനും പിൻഗാമിയുമായ മൊജ്തബയുടെ അസാന്നിധ്യം അത് വലിയ തോതിൽ ചർച്ചയായിരുന്നു. ആ ചർച്ചയാകുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഇറാൻ സ്റ്റേറ്റ് TV ഒരു സന്ദേശമായി മൊജ്തബയുടെ വാക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. രഞ്ജിത്ത്, മൊജ്തബ ഖമനേയിയുടെ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തൻ്റെ പിതാവിൻ്റെ ചോരയ്ക്ക് പകരം ചോദിക്കുമെന്നും നേതാക്കളെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നുമാണ് ഇപ്പോൾ മൊജ്തബയുടെ സന്ദേശം.